പറയേണ്ട ഒരു കാര്യം, ഈ 5000 ദൈവങ്ങളുടെ കാര്യം നേരത്തെ പറഞ്ഞില്ലേ, ഈ 5000 ദൈവങ്ങൾ അതിൽ ഒരുപാട് പേര് വിശ്വസിച്ചിരുന്നു ഒരു സമയം. ഏകദേശം 12,000 വർഷത്തിൻ്റെ ചരിത്രം നോക്കുമ്പോഴത്തേക്കും പല ദൈവങ്ങളിൽ മനുഷ്യർ ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും നിരീശ്വരവാദികളാണ്. ഇവരെല്ലാം 99.999% നിരീശ്വരവാദികളാണ്. ഇവർക്ക് ഒരു ദൈവത്തിൽ മാത്രമേ വിശ്വാസമുള്ളൂ. നമ്മൾ ഇതിലും പോലും വിശ്വസിക്കുന്നില്ല. അതും കൂടി സബ്ട്രാക്ട് ചെയ്തു +1. യെസ്, അത് ക്ലിയർ ആക്കി കൊടുക്കാന്ന് വിചാരിക്കുന്നു. അതെ, അതായത് ഇപ്പോൾ ഒരു ഹിന്ദു മത വിശ്വാസിയെ വിളിച്ചിട്ട് നമ്മൾ അവരുടെ വിശ്വാസത്തിന് പുറത്തുള്ള ദൈവങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോൾ അവർക്ക് ചിലപ്പോൾ അതിൽ വിശ്വസിക്കാൻ കഴിയില്ല. ഞങ്ങൾക്ക് ഇതാണ് വിശ്വാസം എന്ന് പറയും. അതായത് അവരുടെ ദൈവത്തെ എടുത്ത് ബാക്കി ദൈവങ്ങളെയൊക്കെ തള്ളുന്നു. ഒരു ക്രിസ്ത്യാനിയെ വിളിച്ചെടുക്കുമ്പോൾ അവരോട് ചോദിക്കുമ്പോൾ അവരുടെ ദൈവത്തെ എടുക്കുന്നു, ബാക്കിയുള്ളതിനെ തള്ളുന്നു, തെളിവില്ല എന്നും, അല്ലെങ്കിൽ അതല്ല ദൈവം എന്ന് അവർ പറയുന്നു. ഒരു മുസ്ലിമിനെ വിളിച്ചിട്ട് ചോദിക്കുമ്പോൾ മുസ്ലിമും പറയും ഇത് തന്നെയാണ്, ഞങ്ങളുടേതാണ് ഒറിജിനൽ, ബാക്കിയൊക്കെ ഡ്യൂപ്ലിക്കേറ്റ്. അതൊന്നും ശരിയല്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഏതൊരു വിശ്വാസി എടുത്തു കഴിഞ്ഞാലും അവരുടെ ദൈവത്തെ എടുക്കുകയും ബാക്കിയുള്ള ദൈവങ്ങളെ തള്ളുകയും ചെയ്യുന്ന ഒരു അവസരവാദം അവിടെ ഉണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെടുത്ത ആ ദൈവം ഏതു തന്നെയായാലും അതിനെയും കൂടി നമ്മളങ്ങ് തള്ളുന്നു. അതാണ് അതിൽ സംഭവിക്കുന്നത്. ദൈവത്തിനെ തള്ളിക്കളയുക എന്ന് പറയുമ്പോൾ, നിരീശ്വരവാദം എന്ന് പറഞ്ഞാൽ ദൈവത്തിലുള്ള ഒരു അവിശ്വാസമാണ്. ദൈവത്തിന് ഇന്ന് വരെ തെളിവില്ല. തെളിവുണ്ടെങ്കിൽ ദൈവത്തിനെ എടുക്കുന്നതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് ദൈവത്തിനെ തള്ളിക്കളയുക എന്ന് പറയുന്ന കാര്യം അത്യാവശ്യമായതുകൊണ്ടല്ല, തെളിവില്ലാത്തത് കൊണ്ടാണ് എടുക്കാത്തത്. തെളിവില്ലാത്ത പല കാര്യങ്ങളും തള്ളിക്കളയും. ഹോമിയോപ്പതി അങ്ങനെയാണ് തള്ളിക്കളയുന്നത്. അപ്പോൾ ഇതുപോലെ നൂറുകണക്കിന് കാര്യങ്ങൾ ചിലപ്പോൾ തള്ളിക്കളഞ്ഞെന്ന് വരും. ദൈവത്തിനിരിക്കാനുള്ള ഇടങ്ങൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഗോഡ് ഓഫ് ദ ഗ്യാപ്സ് എന്നുള്ള ഒരു ആർഗ്യുമെൻറ്റ് നമ്മൾ എപ്പോഴും കേൾക്കാറുള്ളതാണ്. ദൈവം ഇവിടെ ഇരിക്കുന്നു എന്ന് പറയും. ശാസ്ത്രം ആ ഏരിയയിൽ എന്താണെന്നുള്ളത് കണ്ടുപിടിച്ച് കഴിയുമ്പോഴത്തേക്കും ഉടനെ ദൈവം അവിടെ നിന്ന് ചാടി കുറച്ചുകൂടെ അപ്പുറത്തുള്ള മറ്റൊരു വിടവിൽ പോയിരിക്കും. ഇങ്ങനെയാണ് പൊതുവെ കാണുന്നത്. ഇപ്പോൾ അതിനെ തള്ളി ഏതാണ്ട് ഒരു 1380 കോടി കൊല്ലത്തിനപ്പുറത്തുള്ള ബിഗ് ബാങ്ങിൻ്റെ അപ്പുറത്തുകൊണ്ട് നിർത്തിയിരിക്കുകയാണ്. പണ്ട് കാലത്ത് ഇപ്പോൾ നമ്മൾ ആരായാലും, മനുഷ്യന്മാരാരായാലും നമുക്കൊക്കെ ഒരു സംശയങ്ങൾ ചോദിക്കുക എന്ന് പറയുന്നത് നമ്മളുടെ ഒരു രീതിയാണ്, പറയാലോ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇങ്ങനെ ഇപ്പോൾ അങ്ങോട്ട് കടലിൻ്റെ കരയിലേക്ക് നോക്കുന്നു. കടലിൻ്റെ കരയിലേക്ക് നോക്കിയപ്പോൾ സൂര്യൻ ഇങ്ങനെ താഴേക്ക് പോവുകയാണ്. അപ്പോൾ ചോദിക്കുകയാണ് എവിടേക്കാണ് ഈ സൂര്യൻ പോകുന്നത്? അപ്പോൾ പറയുകയാണ് അതെ, ആ സൂര്യൻ ആ ചെളിക്കുണ്ടിൽ പോയിട്ട് അസ്തമിക്കുന്നു എന്ന് പറയും. അതല്ലെങ്കിൽ അവിടെ ഒരു ദൈവമുണ്ട്, ആ ദൈവത്തിൻ്റെ ആ സിംഹാസനത്തിൻ്റെ അടിയിൽ പോയിട്ടിരിക്കും. അടുത്ത ദിവസം നേരം വെളുക്കേണ്ട സമയമാകുമ്പോൾ സൂര്യൻ വന്നിട്ട് ചോദിക്കും, ഞാൻ ഉദിച്ചോട്ടെ ദൈവ, ഞാൻ സമയമായി എന്ന് പറയുമ്പോൾ, ആ സമയമായോ, എന്നാൽ ശരി പോയി ഉദിച്ചോ, നാളെ കൃത്യസമയത്തിന് തന്നെ വരണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് ആളെ പറഞ്ഞു വിടും. അപ്പോൾ ഇങ്ങനെ നടക്കുന്നൊരു പ്രക്രിയയാണ് ഈ ഉദയവും അസ്തമയവും എന്ന രീതിയിൽ മനസ്സിലാക്കാൻ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാന നിരീക്ഷണ പാഠവുമോ അതല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും ശാസ്ത്ര വിഷയത്തിലുള്ള ഏതെങ്കിലും ഒരു PhD ഒന്നും വേണ്ട. നഗ്ന നേത്രം കൊണ്ട് നമുക്ക് നോക്കിയാൽ തോന്നുന്ന ഒരു ഭാവന മാത്രമാണത്. ഭാവനയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കാര്യമാണ്. അല്ല, ഈ ഗ്യാപ്പ് കവർ ചെയ്യപ്പെട്ടോ? ഇപ്പൊ ഓൾറെഡി അത് ബോധ്യമോ തിരുത്തിയോ? അല്ല, അതാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ ആരിഫ് പറഞ്ഞ ഇപ്പൊ പറഞ്ഞത് കേട്ടപ്പോഴത്തേക്ക് ഞാൻ ആ ജനങ്ങളുടെ മുഖത്ത് നോക്കുമായിരുന്നു. പലരും ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ നീട്ടി പറഞ്ഞിരുന്നെങ്കിൽ അത് സൂര്യൻ താഴേക്ക് പോകുന്നു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പാട്ട് പാടുന്ന പോലെ നീട്ടി പിടിച്ച് വലിച്ച് റബ്ബർ ബാൻഡ് പോലെയൊക്കെ ആക്കി അങ്ങനെ പറയണം. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് ഈ ദൈവം എങ്ങനെയാണ് ഈ ഗ്യാപ്പ് ചെയ്ത് ഇരുന്നതും പിന്നെ അവിടുന്ന് എഴുന്നേറ്റ് ഓടി വേറെ ഗ്യാപ്പിൽ പോയിരുന്നത്, ഇതാണല്ലോ നമ്മുടെ വിഷയം. അപ്പൊ ഇത് കുറെ കഴിഞ്ഞപ്പോൾ നമ്മൾ മനസ്സിലാക്കുകയാണ് ഭൂമി പരന്നതല്ല. ഇതിങ്ങനെ നോക്കുമ്പോൾ നമുക്ക് പരന്നതാണെന്നൊക്കെ തോന്നും. അപ്പൊ ഇത് പരന്നതല്ല, ഇതിനൊരു ഗോളാകൃതിയാണ് എന്ന് വരുമ്പോൾ ഇങ്ങനെ അസ്തമയം ഉദയം എന്നൊക്കെ പറയുന്ന സംഗതി, അതങ്ങനെ ഒരു സംഗതി ഇല്ല സത്യത്തിൽ. അത് നമുക്ക് ഈ ഭൂമിയുടെ ആ ഒരു കറക്കത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന സംഭവം മാത്രമാണ്. ഇവിടെ പകലാവുമ്പോൾ വേറൊരു സ്ഥലത്ത് രാത്രിയാണ്, ഇവിടെ രാത്രിയാകുമ്പോൾ വേറൊരു സ്ഥലത്ത് അപ്പോൾ ഇത് മാറി മറിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാട് മനസ്സിലായപ്പോൾ അവിടെ തിരുത്തുകയാണ്. ഓക്കെ, ഉദ്ദേശിച്ചത് അതല്ല, ചെറിയൊരു തിരുത്തലുണ്ട് എന്ന് പറഞ്ഞിട്ട് മാറ്റുന്നു. എന്നിട്ട് പിന്നെ അതിനെ നമ്മൾ വ്യാഖ്യാനിച്ച് അതിനൊരു വഴിയാക്കി അങ്ങ് മാറ്റുന്നു. ഭൂമി ഒട്ടകപ്പക്ഷിയുടെ മുട്ട പോലെയാണ് എന്നൊക്കെ വരെ പറഞ്ഞു വെക്കുന്നു. ഇതാണ് പിന്നെ നമ്മൾ കണ്ടത്. പരന്ന ഭൂമിയെ പിന്നെ നമ്മൾ ഒട്ടകപ്പക്ഷിയുടെ മുട്ട പോലെയാക്കി. അപ്പോൾ എന്താ സംഭവിച്ചത്? അവിടെ നിന്ന് മാറി. കാരണം ആ വിഷയത്തിൽ നമുക്കൊരു ക്ലാരിറ്റി വരികയാണ്. ശാസ്ത്രം അതിന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. അപ്പോൾ അത് പിന്നെ അവിടെ നിൽക്കുന്നില്ല. പിന്നെ അടുത്ത വഴി എന്താണ്? അതിൻ്റെ അടുത്ത ലെവലിലേക്ക് പോകുന്നു. അപ്പോൾ ആ അടുത്ത ലെവൽ എന്ന് പറഞ്ഞാൽ ഏതാണ്? അത് നമ്മൾ പിന്നെ അങ്ങോട്ട് കടന്നിട്ട് അടുത്ത ആകാശത്തിലേക്ക് പോകുന്നു, ബഹിരാകാശത്തേക്ക് പോകുന്നു. അവിടെ ചെന്നൊരു ചന്ദ്രനെ കുറിച്ച് പറയുന്നു. പിന്നെ അങ്ങോട്ട് പോവാണ്. ഇപ്പം എത്തി നിൽക്കുന്നത് ബിഗ് ബാങ്ങിലാണ്. അപ്പം നമ്മളിതെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ ഈ മത കിതാബുകളിൽ എഴുതി വെച്ചിട്ടുള്ള മണ്ടത്തരങ്ങൾ അത് നമ്മൾ എടുത്ത് ചോദിക്കും.
അത് അതിനകത്ത് നമുക്ക് കാണാൻ കഴിയും. ഇപ്പം നമ്മൾ ആകാശത്തിൽ നോക്കുമ്പോൾ 7 ആകാശമുണ്ട്. അതിലൊരു ആകാശം, അതിൻ്റെ ഏറ്റവും താഴെയുള്ള ആകാശത്തിലാണ് നക്ഷത്രങ്ങൾ ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൂടി നിൽക്കുന്ന എത്ര പേര് അത് വിശ്വസിക്കും? ആരെങ്കിലും ഒരാൾ വിശ്വസിക്കുമോ? പക്ഷേ ഇതാണ് കിതാബിൽ എഴുതി വച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് എത്ര പേർക്ക് സമ്മതിക്കാൻ കഴിയും? ഇതാണ് അതിനകത്ത് എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഇന്ന് മാറി? കാരണം ശാസ്ത്രം വികസിച്ചപ്പോൾ കണ്ടുപിടിച്ചു നക്ഷത്രം എന്താണ്. നക്ഷത്രം മേത്ത് വീഴുമ്പോൾ ഭയങ്കര വെയിറ്റ് ആയിരിക്കും, അതുകൊണ്ട് നിങ്ങൾ അത് വീണ് കഴിയുമ്പോൾ മരിച്ചു പോകും, സൂക്ഷിക്കണം എന്ന് വരെയാണ് ഇതിനകത്തൊക്കെ പറഞ്ഞു വെക്കുന്നത്. നക്ഷത്രം